ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ചോക്ലേറ്റ് മൂസ്. നമ്മൾ ഇന്ന് ഡബിൾ ലെയേർഡ് ചോക്ലേറ്റ് മൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. ആദ്യം ഒരു സോസ് പാനിലേക്ക് നമുക്ക് ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഹെവി ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യണം. ഹെവി ക്രീം പെട്ടെന്ന് അടിയിൽ പിടിക്കും, അതുകൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബബിളപ്പ് ചെയ്ത് വരുമ്പം തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് എടുക്കാം. ഇപ്പം നമ്മളിത് സെറ്റായിട്ടുണ്ട്. നല്ല ചൂടായി ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കെടുക്കാം. ഇത് 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റും വേറൊരു ബൗളിൽ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റുമാണ്. ഇനി നമ്മൾ ചൂടാക്കിയ ഹെവി ക്രീമിൻ്റെ പകുതി ഒന്നിലേക്കും പകുതി മറ്റൊന്നിലേക്കും ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് ഹെവി ക്രീമാണ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/4 ഭാഗം ഒന്നിലേക്കും അടുത്ത 1/4 മറ്റേതിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊക്കോ പൗഡറിൻ്റെയും പിന്നെ ബട്ടറിൻ്റെയും പിന്നെ ഷുഗറിൻ്റെയും മിക്സാണ്. അപ്പം നമ്മൾ ബട്ടറും കൊക്കോ പൗഡറും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ചൂടാക്കുമ്പോഴത്തേനും തന്നെ ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റും ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പം രണ്ടും മെൽറ്റായി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം റെഡിയാക്കണം. അതിന് ഒരു വലിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇനി വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മധുരം തന്നെ മതിയാവും. ഇനി ഇത് നല്ലോണം ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്താൽ ഇത് നല്ലൊരു ക്രീമായി കിട്ടും. ഇപ്പോൾ ഇത് നല്ലൊരു ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഹാഫായിട്ട് തിരിച്ചിട്ട് ഇതിൻ്റെ ഹാഫ് പോർഷൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കി ഹാഫ് നമ്മൾക്ക് മിൽക്ക് ചോക്ലേറ്റ് മിക്സിലേക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഹെവി ക്രീം എന്ന് പറഞ്ഞാൽ മിൽക്കിൻ്റെ ഏറ്റവും ഫാറ്റ് കൂടിയ കണ്ടൻ്റാണ്. അതുപോലെ ഷുഗറും ബട്ടറും ഒക്കെ കൂടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈ കാലറി ഫുഡാണ്. പിന്നെ നമ്മൾ ഡെസേർട്ടായിട്ട് കഴിക്കുന്നതുകൊണ്ട് വളരെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. എന്തായാലും ഹെൽത്ത് നോക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഡെസേർട്ടാണിത്. പിന്നെ ചോക്ലേറ്റ് ലവേഴ്സിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസേർട്ടായിരിക്കും ഇത്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്.
ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് പാത്രത്തിൻ്റെ സൈസൊക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ സെറ്റ് ചെയ്തെടുക്കാം. 2, 3, 4 ലെയർ വെച്ചിട്ട്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറും അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറുമാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ 2 ലെയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കൊക്കോ പൗഡർ ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ സീവ് ചെയ്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൗൾസിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് മിനിമം ഒരു 3 മണിക്കൂർ എന്നെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സെറ്റായി കിട്ടും. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. ചോക്ലേറ്റ് ലവേഴ്സിനും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഡെസേർട്ടാണിത്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.